മെട്രിക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അതിന്റെ പ്രോബ്ലംസ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് അതിന്റെ ബാക്കിയിലെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഈ പാഠത്തിലെ മെട്രിക്സിന്റെ പാഠത്തിലെ അവസാന കൺസെപ്റ്റായ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കരുതുന്നത് നോട്ട്സ് എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ക്ലാസ് കണ്ട് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ക്ലാസ് കൃത്യമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി ചെയ്തവർ ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ്സെല്ലാം കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ ഷോ ദാറ്റ് എ ബി സിമെട്രിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ആൻഡ് ബി കമ്മ്യൂട്ട്, ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു ബി എ. അതായത് ഈഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പൊ ഈഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിക്കണം. അപ്പൊ ആദ്യം എന്താണ്, എ ബി സിമെട്രിക് ഈഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഈക്വൽ ടു ബി എ എന്ന് തെളിയിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ആദ്യം എ ബി സിമെട്രിക് എന്ന് വിചാരിക്കുക, എന്നിട്ട് എ ബി ഈക്വൽ ടു ബി എന്ന് തെളിയിക്കുക, ആദ്യത്തെ ഭാഗം. പിന്നെയോ എ ബി ഈക്വൽ ടു ബി എന്ന് വിചാരിക്കുക, എ ബി സിമെട്രിക് എന്ന് തെളിയിക്കുക. മനസ്സിലായല്ല, തിരിച്ചും തെളിയിക്കുക. അപ്പൊ അതിനു വേണ്ടി എന്താ തോന്നി, സിൻസ് എ ആൻഡ് ബി ആർ ബോത്ത് സിമെട്രിക് മെട്രിക്സസ് നമുക്ക് തന്നിട്ടുണ്ട്, therefore what a dash equal to a and b dash equal to b. ഓക്കെ, എ ബി സിമെട്രിക് എന്ന് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഭാഗം സപ്പോസ് ചെയ്യാം. സപ്പോസ് എ ബി സിമെട്രിക് ആണ് സപ്പോസ് ചെയ്യാം. then what എ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ബി അല്ലേ? എന്തുകൊണ്ട് എ ബി സിമെട്രിക് ആണ്, സിമെട്രിക് മെട്രിക്സ് അതിന് ഡെഫിനിഷൻ ആണ്. അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് അത് തന്നെ കിട്ടണം. ഓക്കെ, എ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ബി. ബട്ട് നമുക്ക് അറിഞ്ഞ കാര്യം എ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്ര, ബി ഡാഷ് എ ഡാഷ് ആണ് എന്ന് പറഞ്ഞാൽ എത്ര, ബി എ ആണ്. പക്ഷെ നമുക്ക് ശരിക്കും ഡെഫിനിഷൻ പ്രകാരം എ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ബി ഡാഷ് എ ഡാഷ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ബി എ. എന്തുകൊണ്ട് ബി ഡാഷ് ബി ആണ്, എ ഡാഷ് എ ആണ്. പക്ഷെ സിമെട്രിക് ആയതുകൊണ്ടോ എ ബി ഡാഷ് എ ബി ആണ്. അപ്പൊ ഇതിൽ രണ്ടും എന്ത് പറയാം, നമുക്ക് ബി എ ഈക്വൽ ടു എ ബി. മനസ്സിലായില്ല, എ ബി ഹോൾ ഡാഷ് എ ബി ആണ്, ഇവിടെ എ ബി ഹോൾ ഡാഷ് എന്ന് ബി എ ആണ്. സോ അതിൽ എന്ത് പറയാം, ബി എ ഈക്വൽ ടു എ ബി എന്ന് പറയാം. ദാറ്റ് മീൻസ് വാട്ട്, എ ആൻഡ് ബി ആർ കമ്മ്യൂട്ട്. അപ്പൊ ഒന്നാമത്തെ ഭാഗം തെളിയിച്ചു. ഇനി തിരിച്ചു തെളിയിക്കാൻ വേണ്ടിയിട്ട് കോൺവേഴ്സ്ലി ഇഫ് എ ബി ഈക്വൽ ടു ബി എന്ന് വിചാരിക്കാം. ഷോ ദാറ്റ് വാട്ട് എ ബി സിമെട്രിക് എന്ന് തെളിയിക്കണം. എ ബി ഈക്വൽ ടു ബി എന്ന് വിചാരിക്കുക, എ ബി സിമെട്രിക് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് നൗ എ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എത്ര, ബി ഡാഷ് എ ഡാഷ് ഈക്വൽ ടു എത്ര, ബി എ. എന്തുകൊണ്ട് ബി ഡാഷ് ബി ആണ്, എ ഡാഷ് എ ആണ്. ഈക്വൽ ടു എത്ര, എ ബി. എന്താ കാരണം, നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ട് എ ബി ഈക്വൽ ടു ബി എന്ന് സപ്പോസ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് കിട്ടി, എ ബി ഈക്വൽ ടു ബി ആകുമ്പോൾ എന്ത് കിട്ടി, എ ബി സിമെട്രിക് എന്ന് കിട്ടി. ഓക്കെ, ഇത് എക്സാമിന് 3 മാർക്ക് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഇത്. ഈഫ് ആൻഡ് ഓൺലി ഈഫ് ആണ്. അപ്പൊ രണ്ട് ഭാഗം തെളിയിക്കണം അല്ലെ, എ ഇംപ്ലൈസ് ബി, ബി ഇംപ്ലൈസ് എ എന്നുള്ള രീതിയിൽ വേണം തെളിയിക്കാനത്. ഓക്കെ, അടുത്തത് റിസൾട്ട് ആണ്, എ ബി സി ഹോൾ ഡാഷ് ഈക്വൽ ടു സി ഡാഷ് ബി ഡാഷ് എ ഡാഷ്. ഇത് ശ്രദ്ധിക്കണം, വേറെ എ കോമ ബി കോമ സി ആർ കാപ്പബിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ വരും, റിവേഴ്സൽ ഓഫ് ട്രാൻസ്പോസസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ എത്ര മെട്രിക്സ് ഉണ്ടെങ്കിലും അതിന്റെ ഹോൾ ഡാഷ് എടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് റിവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇത് കാപ്പബിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം. പിന്നെ ഇത് ഈ എ ബി സി എല്ലാം സ്ക്വയർ മെട്രിക്സോ സെയിം ഓർഡർ ആണെങ്കിലോ ഇതെപ്പം ശരിയായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൂഫ് നോക്കുമോ, എ ബി സി ഹോൾ ഡാഷ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എ ഇൻറ്റു ബി സി ഹോൾ ഡാഷ്. ഡൗട്ടില്ല, കാരണം ഇത് അസോസിയേറ്റീവ് ആണ്. അപ്പൊ അതിന് എ ബി സി എന്ത് എഴുതാം, എ ഇൻറ്റു ബി സി ഹോൾ ഡാഷ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, ബി സി ഹോൾ ഡാഷ് ഇൻറ്റു എ ഡാഷ്. എന്തുകൊണ്ട് ഇത് എ ബി ഡാഷ് പോലെ, എ ബി ഹോൾ ഡാഷ് പോലെ ബിക്ക് വരാന്ന് ബി സി. സോ ബി സി ഹോൾ ഡാഷ് ഇൻറ്റു എ ഡാഷ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, സി ഡാഷ് ബി ഡാഷ് ഇൻറ്റു എ ഡാഷ്. എന്താ കാരണം, ബി സി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഏത് റിസൾട്ട് പോലെ, എ ബി ഹോൾ ഡാഷ് പോലെ. എത്ര എ ബി ഹോൾ ഡാഷ്, ബി ഡാഷ് എ ഡാഷ്. സോ ബി സി ഹോൾ ഡാഷ് എത്ര, സി ഡാഷ് ബി ഡാഷ്. ഓക്കെ, അപ്പൊ എ ബി സി ഹോൾ ഡാഷ് എത്ര, സി ഡാഷ് ബി ഡാഷ് എ ഡാഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് മെട്രിക്സ് ബി ഡാഷ് എ ബി സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക് അക്കോർഡിംഗ് ആസ് എ ഈസ് സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക്. അതായത് ഇവിടെ തെളിയിക്കാൻ പറഞ്ഞത് ബി ഡാഷ് എ ബി സിമെട്രിക് ആണെന്ന് തെളിയിക്കണം എപ്പം, എ സിമെട്രിക് ആണെങ്കിൽ. അതുപോലെ ബി ഡാഷ് എ ബി സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കണം എപ്പം, എ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ. അപ്പൊ അതിന് വേണ്ടി ആദ്യം എന്ത് വിചാരിച്ചു, സപ്പോസ് എ സിമെട്രിക് എന്ന് വിചാരിച്ചു. അതിന്റെ അർത്ഥം എ ഡാഷ് ഈക്വൽ ടു എ. എന്ത് തെളിയിക്കാം, ബി ഡാഷ് എ ബി സിമെട്രിക് തെളിയിക്കണം. അതിന് വേണ്ടി എന്തെടുത്തു, കൺസിഡർ ബി ഡാഷ് എ ബി ഹോൾ ഡാഷ്. നോക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്,
ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ഡാഷ്. എന്തുകൊണ്ട് മനസ്സിലായില്ല? റിവേഴ്സ് അല്ലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞു റിവേഴ്സ് ആയിട്ടാണ് ട്രാൻസ്പോസ് എടുക്കേണ്ടത്. ബി ഡാഷ് എ ബി ഹോൾ ഡാഷ് എത്ര? ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ഡാഷ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞാൽ എത്ര? ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി. അപ്പൊ എന്ത് കിട്ടി? ബി ഡാഷ് എ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് എ ബി എന്ന് കിട്ടി. അതുകൊണ്ട് എന്താ പറയാ? ബി ഡാഷ് എ ബി സിമെട്രിക് വെൻ വാട്ട്? എ ഈസ് സിമെട്രിക്. ഓക്കെ, ഇനി തിരിച്ചു വിചാരിക്കാം. സപ്പോസ് എ ഈസ് ക്യൂ സിമെട്രിക് എന്ന് വിചാരിക്കാം. എ ക്യൂ സിമെട്രിക് ആണെങ്കിലോ എ ഡാഷ് ഈക്വൽ എത്ര? മൈനസ് എ ഡാഷ് മൈനസ് എ. ഇനി ഇതേപോലെ എടുക്കുക. കൺസിഡർ ബി ഡാഷ് എ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്ര? ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞാലോ ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് ഇൻറ്റു ബി ഈക്വൽ ടു വാട്ട്? ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് എന്ന് പറഞ്ഞാൽ എത്ര? മൈനസ് എ ഇൻറ്റു ബി. ഈ മൈനസ് പുറത്തേക്ക് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? മൈനസ് ഓഫ് ബി ഡാഷ് എ ബി. അപ്പൊ എന്ത് കിട്ടി? ബി ഡാഷ് എ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ഡാഷ് എ ബി. അവിടെ എന്താ പറയാ? ബി ഡാഷ് എ ബി ഈസ് ക്യൂ സിമെട്രിക് വെൻ എ ഈസ് ക്യൂ സിമെട്രിക്. മനസ്സിലായില്ല? സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ തിയറിയാണ്. അടുത്തത് ഇത് അടുത്ത രണ്ട് ടെസ്റ്റിലില്ലാത്തത് എൻ സി ആർ ടിക്ക് പുറത്തില്ലാതെ അതേ സമയത്ത് നമുക്ക് പ്രാക്ടീസ് ആവേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ഷോ ദാറ്റ് എ മൈനസ് ബി ഈസ് ഓൾസോ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നോക്കാം എങ്ങനെ ചെയ്യുന്നു നോക്കാം. Given A and B are skew symmetric matrices. അതിന്റെ അടുത്തൊന്ന് എ ഡാഷ് ഈക്വൽ ടു മൈനസ് എ കോമ ബി ഡാഷ് ഈക്വൽ ടു മൈനസ് ബി അല്ല, എ ബി സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പൊ എ ഡാഷ് മൈനസ് എ ആണ്, ബി ഡാഷ് മൈനസ് ബി ആണ്. തെളിയിക്കണം എ മൈനസ് ബി സ്ക്യൂ സിമെട്രിക് ആണ് തെളിയിക്കണം. അതിന് വേണ്ടി എടുക്കുക. കൺസിഡർ എ മൈനസ് ബി ഹോൾ ഡാഷ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? എ മൈനസ് ബി സ്ക്യൂ സിമെട്രിക് എന്ന് തെളിയിക്കണ്ടേ? അപ്പൊ എന്താ തെളിയിക്കണ്ടേ? എ മൈനസ് ബി ഹോൾ ഡാഷ് ഈക്വൽ ടു തെളിയിക്കണം, മൈനസ് എ മൈനസ് ബി എന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് എ മൈനസ് ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എത്ര? എ ഡാഷ് മൈനസ് ബി ഡാഷ്. അറിയാലോ റിസൾട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡാഷ് എത്ര? മൈനസ് എ മൈനസ് ബി ഡാഷോ മൈനസ് ബി. അപ്പൊ ഇതെന്തായി? മൈനസ് എ മൈനസ് മൈനസ് പ്ലസ് പ്ലസ് ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ബി എന്ത് ചെയ്യുക? മൈനസ് പുറത്തേക്ക് എടുത്ത് എന്തായി? മൈനസ് ഓഫ് മൈനസിൽ ഇത് പ്ലസ് ആയി, പ്ലസിൽ മൈനസ് ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എത്ര? എ മൈനസ് ബി. ഇപ്പൊ എന്ത് കിട്ടി? എ മൈനസ് ബി ഹോൾ ഡാഷ് ഈക്വൽ ടു കിട്ടി മൈനസ് എ മൈനസ് ബി, മൈനസ് ഓഫ് എ മൈനസ് ബി എന്ന് കിട്ടി. So A minus B is a skew symmetric matrix. Okay. അടുത്തത് show that all positive integral powers of a symmetric matrix are also symmetric. അതായത് ഒരു സിമെട്രിക് മെട്രിക്സിന്റെ പോസിറ്റീവ് ഇന്റിജർ പവർ എപ്പോൾ എന്തായിരിക്കും? സിമെട്രിക് എന്ന് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി വിചാരിക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ ബി എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് ക്യാപിറ്റൽ എൻ എ പോസിറ്റീവ് ഇന്റിജർ എന്ന് വിചാരിക്കാം. അതുകൊണ്ട് കിട്ടി എ ഡാഷ് ഈക്വൽ ടു എ. എന്തുകൊണ്ട്? എ സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് എന്നെ പോസിറ്റീവ് ഇന്റിജർ ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്ത് തെളിയിക്കണം? സിമെട്രിക് മെട്രിക്സിന്റെ പോസിറ്റീവ് ഇന്റിജർ പവർ സിമെട്രിക്. അപ്പൊ അതിനോട് എടുക്കാം എ ആണ് സിമെട്രിക് മെട്രിക്സ്, അതിന്റെ ഇന്റിജർ പവർ എന്ന് പറഞ്ഞാൽ എ റേസ്റ്റ്. അപ്പൊ എന്ത് തെളിയിക്കണം? എ റേസ്റ്റ് സിമെട്രിക് മെട്രിക്സ് എന്ന് തെളിയിക്കണം. എ റേസ്റ്റ് മനസ്സിലായില്ല? എ സിമെട്രിക് മെട്രിക്സ് അതിന്റെ പോസിറ്റീവ് ഇന്റിജർ പവർ ആണ് എ റേസ്റ്റ്. അപ്പൊ എ റേസ്റ്റ് സിമെട്രിക് മെട്രിക്സ് തെളിയിക്കണം. അതിനുവേണ്ടി എന്ത് വേണം? എ റേസ്റ്റ് ഹോൾ ഡാഷ് കാണാം. എ റേസ്റ്റ് ഹോൾ ഡാഷ് കാണാം. എന്ത് കിട്ടണം? എ റേസ്റ്റ് എന്ത് കിട്ടണം? അതെങ്ങനെ കാണുന്നു നോക്കി. കൺസിഡർ എ റേസ്റ്റ് ഹോൾ ഡാഷ് ഈക്വൽ ടു എത്ര വരും? എ റേസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? എ ഇൻറ്റു എ ഇൻറ്റു എക്സെട്ര എ ഹോൾ ഡാഷ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റിവേഴ്സൽ ലോ അപ്ലൈ ചെയ്യുമ്പോൾ എ ഡാഷ് ഇൻറ്റു എ ഡാഷ് ഇൻറ്റു എക്സെട്ര എ ഡാഷ് എത്ര? എൻ ടൈംസ്. മനസ്സിലായില്ല? എ ബി സി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ സി ഡാഷ് ബി ഡാഷ് എ ഡാഷ് ആണ്. ഇവിടെ എത്ര ചെയ്താൽ അപ്ലൈ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ ഒരേ ഓർഡറിൽ മെട്രിക്സ് ആണ്, അതുകൊണ്ട് എ എന്നത് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇൻറ്റു എ ഡാഷ് ഇൻറ്റു എക്സെട്ര എ ഡാഷ് എത്ര? എൻ ടൈംസ്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ, അപ്പൊ എ ഇൻറ്റു എക്സെട്ര എ എത്ര? എൻ ടൈംസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? എ റേസ് ടു എൻ. അപ്പൊ എന്ത് കിട്ടി? ഇപ്പം എ റേസ് ടു ഹോൾ ഡാഷ് ഈക്വൽ ടു കിട്ടി എ റേസ് ടു എൻ. സോ എ റേസ് ടു എൻ ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, അത് സിമ്പിൾ ആയ ക്വസ്റ്റൻ ആണ്. പരീക്ഷയ്ക്ക് 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ കോമ ബി കോമ സി ഇഫ് മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് 2a5 3 - 2b c 0 0 ഈ സിമെട്രിക്. നോക്കാം. അപ്പൊ എ സിമെട്രിക് ആണ് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഒന്ന് എ ഡാഷ് ഈക്വൽ ടു എ. ദാറ്റ് ഈസ് മെട്രിക്സ് എ ഡാഷ് കാണാം. അപ്പൊ നേരെയുള്ളത് ഫസ്റ്റ് റോയിന് ഫസ്റ്റ് കോളായിട്ട് 2a5, ദെൻ സെക്കൻഡ് റോ 3 - 2b സെക്കൻഡ് കോളായിട്ട് എഴുതി 3 - 2b, ദെൻ തേർഡ് റോ c0 0 തേർഡ് കോളായിട്ട് എഴുതി c0 0 ഈക്വൽ ടു മെട്രിക്സ് എ എഴുതി. എന്ത് ചെയ്യാ? രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് ടേംസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ 2 2 ഈക്വൽ ടു കൊണ്ട് ഇതാ 3 ഈക്വൽ ടു a3. അതേപോലെ തരാ c ഈക്വൽ ടു 5 c5, ദെൻ അതേപോലെ b ഈക്വൽ ടു 0. സോ a ഈക്വൽ ടു 3, b ഈക്വൽ ടു 0 ആൻഡ് c ഈക്വൽ ടു 5. ഓക്കെ, സിമ്പിൾ ആയ ക്വസ്റ്റൻ ആണ്, സിമെട്രിക് ആണ് കണ്ടുപിടിക്കാൻ. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് a, b
if the matrix A equal to matrix 0A5 4 0B minus 5 minus 2 0 is skew symmetric. Skew symmetric ആണെങ്കിൽ ABC കണ്ടുപിടിക്കണം. അപ്പോൾ skew symmetric ആണെങ്കിലോ A dash equal to minus A. That is A dash എടുത്തു matrix നേരത്തെ ചെയ്തപോലെ ട്രാൻസ്പോസ് എടുത്തു equal to minus A minus of A എഴുതി മൈനസിന്റെ അകത്തേക്ക് കൊണ്ടുപോകാം. So minus 0 0 minus A minus minus plus 5. This is minus 4 then 0 minus B then 5 2 and 0. അവിടെ എന്താ പറയാ ഈ രണ്ട് മെട്രിക്സ് ഈക്വേറ്റ് ചെയ്യുക. എ ഡാഷ് ഈക്വൽ ടു മൈനസ് ഈക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 4 ഈക്വൽ ടു മൈനസ് എ ദാറ്റ് മീൻസ് എ ഈക്വൽ ടു മൈനസ് 4 ആൻഡ് ഹിയർ വാട്ട് മൈനസ് ബി ഈക്വൽ ടു മൈനസ് 2 ബി ഈക്വൽ ടു 2 അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും ബി ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് എ ഈക്വൽ ടു മൈനസ് 4 ആൻഡ് ബി ഈക്വൽ ടു 2. ഓക്കെ, അടുത്താണ് ഈ പാഠത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് ഇൻവേർട്ടിബിൾ മെട്രിസസ്. നന്നായി ശ്രദ്ധിക്കുക, പുതിയൊരു കൺസെപ്റ്റ് ആണ്. അതിന്റെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ വരും, നോക്കാം. If A is a square matrix of order M and if there exists another square matrix of order B of order M such that AB equal to BA equal to I, then B is called inverse matrix of A and is denoted by A inverse. In that case A is said to be invertible. അതായത് A ഒരു സ്ക്വയർ മെട്രിക്സ്, അതിന്റെ ഓർഡർ M ആണ്. വേറൊരു സ്ക്വയർ മെട്രിക്സ് B ഉണ്ട്, അതിന്റെ ഓർഡർ തന്നെ M തന്നെ. എങ്ങനെ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ടു ബി എ ഈക്വൽ ടു കിട്ടും ഐ. വേറെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എ ബി ഈക്വൽ ടു ഐ. ഐ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ സെയിം ആസ് എ അല്ലെങ്കിൽ ബി. അപ്പൊ എ ബി ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി എന്ന് കിട്ടിയാൽ ബിന് എന്ത് പറയും എന്റെ ഇൻവേഴ്സ് എന്ന് പറയും. ആ ബിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും എ ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യും. എങ്ങനെ എ ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യും. ഇൻ ദാറ്റ് കേസ് വി സെറ്റ് എ ഈസ് സെറ്റ് ടു ബി ഇൻവേർട്ടിബിൾ. അതായത് എ ഒരു മെട്രിക്സ് തമ്മിൽ ഐ ഗുണിച്ചാൽ ഐ എന്ന് കിട്ടുമെങ്കിൽ ആ രണ്ടാമത്തെ മെട്രിക്സ് ബീന എന്റെ ഇൻവേഴ്സ് എന്ന് പറയും അല്ലെ. ആ കേസിൽ എന്ത് പറയും എ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയും. മനസ്സിലായല്ലോ, രണ്ട് മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് തമ്മിൽ ഗുണിച്ചിട്ട് ഐ എന്ന് കിട്ടുമെങ്കിൽ ആ രണ്ടാമത്തെ മെട്രിക്സിന് ആദ്യത്തെ ഇൻവേഴ്സ് എന്ന് പറയും. തിരിച്ചും പറയാം കേട്ടോ, ആദ്യത്തെ മെട്രിക്സിന് രണ്ടാമത്തെ ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പൊ എന്താ ഇൻവേഴ്സ് മനസ്സിലായല്ലോ, എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആണെങ്കിൽ ബീനെ എന്റെ ഇൻവേഴ്സ് എന്ന് പറയും. അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യും ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്. കണ്ടോക്കെ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യും. മനസ്സിലായല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ ആൻഡ് എ ഇസ് ഇൻവേഴ്സ് ഓഫ് ബി. തിരിച്ചെന്താ പറയാ എ ഈക്വൽ ടു ബി ഇൻവേഴ്സ് എന്നും പറയാം. ഒരു എക്സാമ്പിൾ നമുക്ക് എ ഈക്വൽ ടു മെട്രിക്സ് 2 3 1 2 ആൻഡ് ബി ഈക്വൽ ടു മെട്രിക്സ് 2 -3 -1 2. അത് എടുക്കുന്നത് നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ എ ബി കണ്ടു നോക്കി. എ ബി കണ്ടാലും ഇത് ഇൻവേഴ്സ് കാണുന്ന മെത്തേഡൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഏതൊരു മെട്രിക്സ് ബി വേറൊരു മെട്രിക്സിൽ കിട്ടി. ഇപ്പൊ എ ബിയുടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇത് മൾട്ടിപ്ലൈ ഉണ്ടെന്ന് പറയണ്ടല്ലോ, റോ കോളം മെത്തേഡ് അപ്ലൈ ചെയ്തു. അപ്പൊ മെട്രിക്സ് 1 0 0 1 കിട്ടി, ഐ എന്ന് കിട്ടി ഐ. അതേപോലെ ബി എ കാണുമ്പോൾ നമുക്ക് ഐ തന്നെ കിട്ടി ഐ. അങ്ങനെയാകുമ്പോൾ എന്ത് പറയാൻ പറ്റും ഈ ബി എന്ന് പറഞ്ഞ മെട്രിക്സിന് 2 -3 -1 2 എന്ത് പറയാ എന്റെ ഇൻവേഴ്സ് എന്ന് പറയാം. മനസ്സിലായല്ലോ, ഇത് അറിയാൻ വേണ്ടി മാത്രമാണ്, ഇത് ഒരു കൺസെപ്റ്റിന് വേണ്ടി മാത്രമാണ് ഇവിടെ, അല്ലാണ്ട് ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡല്ല. ഓക്കെ, അപ്പൊ എ ബി ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി ആണെന്ന് എന്ത് പറയും ബിനെ എന്റെ ഇൻവേഴ്സ് എന്ന് പറയും. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യും. മനസ്സിലായല്ലോ, ആൻഡ് എ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ബി, ദാറ്റ് ഈസ് എ ഈക്വൽ ടു ബി ഇൻവേഴ്സ്. ഇനി ഇവിടെ നോക്കിയേ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്ത് പറയാ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു ഐ. എല്ലാവരും എഴുതിക്കോ, അത് ഇതാണ് ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് പറയാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ കേസിൽ എന്താ പറയാ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു ഐ ഇതായിരിക്കും. ക്ലിയർ അല്ലത്? എ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ എപ്പോൾ എയും അതിന്റെ ഇൻവേഴ്സ് തമ്മിൽ കുടിച്ചാൽ എന്ത് കിട്ടും ഐ കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും എ ഇൻവേഴ്സ് ഇൻറ്റു എ. ക്ലിയർ അല്ലത്? അപ്പൊ അതെല്ലാവരും എഴുതണേ. എന്താ A is invertible, then A into A inverse equal to A inverse into A equal to I. Okay. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നോക്ക്, ഈ നോട്ട് ചെയ്യേണ്ട കാര്യം. A rectangular matrix does not possess inverse matrix. Since for products B and AB to be defined and to be equal, it is necessary that matrices A and B should be square matrices of the same order. അല്ലേ, റെക്ടാങ്കുലർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻവേഴ്സ് ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ട് എ ബിയും ബി ആണ് ഈക്വലന്റ് ആവില്ല. എല്ലാ ഡിഫറെന്റ് ഓർഡേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും ഓർഡർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇത് ഈക്വൽ ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് അല്ല. അതായത് എയും ബി എന്തായിരിക്കണം സ്ക്വയർ മെട്രിക്സ് സെയിം ഓർഡർ ആയിരിക്കണം. ആൻഡ് ഇഫ് ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ ദെൻ എ ഈസ് ഓൾസോ ദ ഇൻവേഴ്സ് ഓഫ് ബി. നേരത്തെ പറഞ്ഞു ബി എന്റെ ഇൻവേഴ്സ് ആണെങ്കിൽ തിരിച്ചെന്ത് പറയും എന് ബിന്റെ ഇൻവേഴ്സ് എന്നും പറയും. ഓക്കെ, അടുത്തത് ഒരു തിയറാണ്, നോക്കാം എന്താ തിയറം. യുണീക്നെസ് ഓഫ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് യുണീക്ക് എന്ന് പറഞ്ഞാല് ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് ഇല്ലു എന്നാണ് തെളിയിക്കേണ്ടത്. ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് ഇല്ലു തെളിയിക്കണം. അല്ല എങ്ങനെ തെളിയിക്കുന്നുണ്ടോ, ലെറ്റ്
ലെറ്റ് എ ഈക്വൽ ടു എ ഐ ജെ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം വിചാരിച്ചു. എ ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് വിചാരിച്ചു. ഇതിന് ഒരു ഇൻവേഴ്സേ ഇല്ലൂ എന്ന് വിചാരിക്കണം. അതിന് വേണ്ടി ഇഫ് പോസിബിൾ ലെറ്റ് ബി ആൻഡ് സി ബി ടു ഇൻവേഴ്സസ് ഓഫ് എ വി ഷാൽ ഷോ ദാറ്റ് ബി ഈക്വൽ ടു സി. അതായത് തെളിയിക്കേണ്ടത് ഒരു സ്ക്വയർ മെട്രിക്സിന് ഒരു ഇൻവേഴ്സേ ഇല്ലൂ എന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ആണ് സ്ക്വയർ മെട്രിക്സ് നമ്മൾ എടുത്തു. അതിന് ഒരു ഇൻവേഴ്സേ ഇല്ലൂ തെളിയിക്കാൻ വേണ്ടി എന്ത് വിചാരിച്ചു? ബി ആൻഡ് സി ആർ ടു ഇൻവേഴ്സസ്. ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ സിയും അതിന് രണ്ട് ഇൻവേഴ്സ് ആണെന്ന് വിചാരിച്ചു. രണ്ട് ഇൻവേഴ്സ് ഉണ്ട് വിചാരിച്ചു. ഇനി എന്ത് തെളിയിച്ചാൽ മതി? ബി ഈക്വൽ ടു സി എന്ന് തെളിയിച്ചാൽ പോരെ. അങ്ങനെയാകുമ്പോൾ എന്താവും? അങ്ങനെയാകുമ്പോൾ അതിന് ഒറ്റ ഇൻവേഴ്സേ ഇല്ലൂ എന്നായി. കാരണം ബിയും സിയും സെയിം ആണെങ്കിൽ. ഇനി നോക്കിക്ക, സിൻസ് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ, അപ്പൊ എന്താ പറയാ? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. ശരിയല്ലേ? ഡെഫിനിഷൻ പ്രകാരം ബി ഇൻവേഴ്സ് ആണെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. ഓൾസോ സിൻസ് സി ഈസ് ഓൾസോ ദി ഇൻവേഴ്സ് ഓഫ് എ, അപ്പൊ എന്താ പറയാ? എ സി ഈക്വൽ ടു സി എ ഈക്വൽ ടു ഐ. ഡൗട്ടില്ല. അതിന് ഇക്വേഷൻ 1 കൊടുത്തു, ഇക്വേഷൻ 2 കൊടുത്തു. ഇനി ബി ഈക്വൽ ടു സി എന്ന് തെളിയിക്കാൻ വേണ്ടി നോക്കിക്കോ, ഈ 4 സ്റ്റെപ്പേ ഇല്ലു. ദസ് ബി ഈക്വൽ ടു സി തെളിയിക്കാൻ വേണ്ടിട്ട് കൺസിഡർ ബി. ബി ഈക്വൽ ടു എന്താ എഴുതാ? ബി ഇൻറ്റു ഐ എന്ന് എഴുതാം. അതായത് ഏത് സ്ക്വയർ മെട്രിക്സ് എടുത്താലും അതിന് ഐഡന്റിറ്റി മെട്രിക്സോട് കുറിച്ച് അതന്നെ കിട്ടും. നിങ്ങൾ സംശയം ഒരു മെട്രിക്സ് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, വി ഹാവ് ബി ഈക്വൽ ടു ബി ഐ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ. ഐക്ക് വരെ ഏത് വില കൊടുക്കാൻ നോക്കി? എ സി എന്ന് കൊടുക്കുക. എ സി ഇതാ, എ സി ഇവിടെ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ സി സെയിം ആസ് വാട്ട് എന്താ എഴുതാം? ബി എ ഇൻറ്റു സി എന്ന് എഴുതാം. ഇത് കൂടെ എന്തുകൊണ്ട്? അസോസിയേറ്റീവ് ആണ്. ഇനി എത്ര ബി എന്റെ വില? ഐ അല്ലേ? അപ്പൊ എന്ത് കിട്ടി? ഐ ഇൻറ്റു സി. ഐ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ തന്നെ സി. എന്തുകൊണ്ട്? ഐയും സി ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഐ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടും? സി എ കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. ബി ഈക്വൽ സി തെളിയിക്കാൻ വേണ്ടിട്ട് ബി ഈക്വൽ ടു ബി ഇൻറ്റു ഐ. ദാറ്റ് ഈസ് ബി ഇൻറ്റു ഐ. ഐ സെയിം ആസ് വാട്ട്? എ സി. എ സി ഐ ആണ് ഇടാ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബി ഇൻറ്റു എ സി എന്ന് പറഞ്ഞാൽ ബി എ ഇൻറ്റു സി. എന്തുകൊണ്ട്? ബി എ ഇൻറ്റു സി എന്ന് എഴുതിയതിന്റെ കാരണം മനസ്സിലായത് ഐ ആണ് ഓൾറെഡി. ഇത് അസോസിയേറ്റീവ് ആണ്. സോ ബി എ ഇൻറ്റു സി ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഐ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ സി ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ക്വയർ മെട്രിക്സിന് അതിന്റെ അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് കുറിച്ചാൽ അതന്നെ കിട്ടും കേട്ടോ. അതാണ് ഇങ്ങനെ വരുന്നത്. ബി ഈക്വൽ ടു ബി ഐയും ദാറ്റ് ഈസ് ഐ ഇൻറ്റു സി സി എല്ലാം വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഒരു മെട്രിക്സ് എന്താ ഇല്ലു? ഒരു ഇൻവേഴ്സ് ഇല്ലു. തെളിയിച്ച് എങ്ങനെ മനസ്സിലായല്ല? ഇനി നോക്കാം ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് തിയറം. ഇഫ് എ ആൻഡ് ബി ആർ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ ദെൻ എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. എ ആൻഡ് ബി ആർ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ. എ ആൻഡ് ബി ആർ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ല? എക്കും ബിക്കും എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ എന്താണ്? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് തെളിയിക്കണം. ഓക്കെ, അതെങ്ങനെ തെളിയിക്കുന്നത് ശ്രദ്ധിച്ചോ. തിയറിയാണ്, തിയറി ശരിക്കും എഴുതി പഠിക്കണം. നോക്കാം എങ്ങനെ തെളിയിക്കുന്നുണ്ടോ. ഇഫ് എ ആൻഡ് ബി ആർ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ ദെൻ എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് തെളിയിക്കണം. അതെങ്ങനെ തെളിയിക്കുന്നുണ്ടോ? നന്നായി ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത്. From the definition of inverse of a matrix, we have AB into AB whole inverse equal to I. ഡൗട്ട് ഇല്ലായിരിക്കും. എന്തുകൊണ്ട്? ഏത് മെട്രിക്സും അതിന് ഇൻവേഴ്സ് തമ്മിൽ കുറിച്ച് എന്തായിരിക്കും? ഐ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് പറയാം ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ഒരു എ ഇൻറ്റു എ ഇൻവേഴ്സ് ഐ ആണ്. അപ്പൊ ഇവിടെ എന്താ പറയാ? എ ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ പറയാലോ. ഓക്കെ, ഇനി എ ബി ഹോൾ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്താ? എന്നാൽ ചെയ്യുന്ന ടെക്നിക്ക് ഈ എ ബി ഹോൾ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കിട്ടണം. അത് കിട്ടണമെങ്കിലോ ഈ എ ബി ഇടുന്ന് പോകാൻ വേണ്ട. എ ബി ഇടുന്ന് കളയണം. അപ്പൊ എ ബി ഇടുന്ന് കളയണം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം മെട്രിക്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെ കളയുന്നത് കേട്ടോ. അതിന് വേണ്ടി ചെയ്യുന്ന അറിയാം, പ്രീ മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ എ ഇൻവേഴ്സ്. പ്രീ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഇക്വാലിറ്റി ആണ്. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അറിയാം, എ ബി ഈക്വൽ ടു ബി എ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ലെഫ്റ്റിലോ റൈറ്റിലോ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ പ്രീ മൾട്ടിപ്ലൈങ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ എന്ന് പറയും എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ഈ സൈഡിൽ എന്ത് വരും? എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് വരും. ഓക്കെ, എന്ന് നോക്കി എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എത്ര? എ ഇൻവേഴ്സ് എ ഇൻറ്റു ബി. എന്തുകൊണ്ട്? ഇത് അസോസിയേറ്റീവ് ആണ് അല്ലെ? എ ഇൻറ്റു ബി സി പറഞ്ഞാൽ എ ബി ഇൻറ്റു സി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സിന്റെ ഐ എന്ന് പറഞ്ഞാൽ എത്ര? എ ഇൻവേഴ്സ്. കാരണം എ ഇൻവേഴ്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര? ഐ അല്ലേ? അപ്പൊ എന്ത് കിട്ടി? ഐ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. മനസ്സിലായല്ലോ? എന്ത് കിട്ടി? ഐ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇനി ഐ ബി എന്ന് പറഞ്ഞാൽ എത്ര? ബി തന്നെ. അപ്പൊ എന്ത് കിട്ടി? ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യൂ?
ഇപ്പൊ ആദ്യം നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്തു. എ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? എ പോയി, എടുത്ത് എ പോയി. ഇനി എന്ത് ചെയ്യാ? ഇതേ പ്രോസസ് റിപ്പീറ്റ് ചെയ്യാം. എന്ത് ചെയ്യാ? പ്രീ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ് ബൈ ബി ഇൻവേഴ്സ്. രണ്ട് സൈഡിലും ബി ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യാം. പ്രീ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ മനസ്സിലായല്ല, ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ആദ്യം ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ബി ഇൻവേഴ്സ് ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു, ഇവിടെയും ബി ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ പ്രീ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതെടുത്ത് രണ്ടാമത് എഴുതി കഴിഞ്ഞാൽ ഇത് കിട്ടൂല, അന്നേരം തെറ്റി. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ നിങ്ങൾക്ക് ഉത്തരം എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് കിട്ടില്ല. പ്രീ മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് തന്നെ ചെയ്യണേ, അല്ലെങ്കിൽ ഉത്തരം നേരെ തിരിച്ചു വരും. ഓക്കെ, ഈ സൈഡ് ഈ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ഇടാം. അപ്പൊ ബി ഇൻവേഴ്സ് ഇവിടെ പ്രീ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും പ്രീ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ കിട്ടിയ മനസ്സിലായല്ല? ബി ഇൻവേഴ്സ് ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു 1. ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇനി ബി ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ എത്ര? ഐ. അപ്പൊ ഐ ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എത്ര? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇനി ഐ ഇൻറ്റു എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എ ബി ഇൻവേഴ്സ്. കാരണം എ ബി സ്ക്വയർ മെട്രിക്സ് ആണ്, ഐ ഐഡന്റി മെട്രിക്സ് ആണ്. അപ്പൊ എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു കിട്ടി ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇതിൽ തെളിയിക്കണ്ടേ? മനസ്സിലായല്ല? അപ്പൊ എ ബി ഹോൾ ഡാഷ് ബി ഡാഷ് എ ഡാഷ് എന്ന് പറയുന്ന പോലെ എ ബി ഹോൾ ഇൻവേഴ്സ് എത്ര? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഡൗട്ടില്ല? അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് പറയാം. എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഐ ആണ്. അപ്പം പ്രീ മൾട്ടിപ്ലൈ എ ഇൻവേഴ്സ്. എന്തുകൊണ്ട് മനസ്സിലായാലും ഈ എനെ കളയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ, ഇവിടെ ലെഫ്റ്റ് മൾട്ടിപ്ലൈ ഈ സൈഡിലും ചെയ്യാം. അപ്പൊ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയി. ഇവിടെ എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാലോ എ ഇൻവേഴ്സ് എ ഇൻറ്റു ബി, കാരണം എ ഇൻവേഴ്സ് ഐ ആണ്. അപ്പൊ ഐ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് എത്ര? എ ഇൻവേഴ്സ്. ഐ ബി എന്ന് പറഞ്ഞാൽ ബി തന്നെ. അപ്പൊ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് എത്ര? എ ഇൻവേഴ്സ്. പിന്നെ എന്ത് ചെയ്യാം? പ്രീ മൾട്ടിപ്ലൈ ബി ഇൻവേഴ്സ്. പ്രീ മൾട്ടിപ്ലൈ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡ്, ഇവിടെ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഇവിടെ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആയി. ബാക്കി ഇവിടെ എന്തായി? ബി ഇൻവേഴ്സ് ബി ഐ ആയി. അപ്പൊ ഐ ഇൻറ്റു എ ബി ഇൻവേഴ്സ് എത്ര? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആയി. സോ എ ബി ഇൻവേഴ്സ് എത്ര? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റൻ അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. ഫോർ ദ മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് 1 5 6 7 വെരിഫൈ. ഫസ്റ്റ് വൺ, എ പ്ലസ് എ ഡാഷ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. സെക്കൻഡ് വൺ, എ മൈനസ് എ ഡാഷ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സിമ്പിൾ ആയ ക്വസ്റ്റൻ. ഓൾസോ രണ്ടാമത്തെ ക്വസ്റ്റൻ, ഫൈൻഡ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് ആൻഡ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് വെൻ എ ഈക്വൽ ടു മെട്രിക്സ് 0 എ ബി മൈനസ് എ 0 സി മൈനസ് ബി മൈനസ് സി 0. ഓക്കെ, ഈ രണ്ട് മെട്രിക് ക്വസ്റ്റൻ അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. ഇത് NCERT ഇല്ല എന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റൻ കൂടെ വൺ വേർഡ് നോക്കാം. എ ഈക്വൽ ടു മെട്രിക്സ് ആൽഫ ബീറ്റ ഗാമ മൈനസ് ആൽഫ ഈ സച്ച് ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു ഐ. ദെൻ ഓപ്ഷൻ എ 1 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0. ഓപ്ഷൻ ബി 1 മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0. ഓപ്ഷൻ സി 1 മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി 1 പ്ലസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0. എ സ്ക്വയർ ഈക്വൽ ഐയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊരു ആൻസർ കിട്ടും. ചെയ്തു നോക്കാം. സംശയം കമന്റ് ചെയ്ത് അറിയിക്കുക. സെക്കൻഡ് വൺ, if matrix A is both symmetric and skew symmetric, then A is a diagonal matrix, A is a zero matrix, A is a square matrix, none of this. ഒരു മെട്രിക്സ് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് ആവണമെങ്കിൽ അതിൽ ഇതിൽ ഏതായിരിക്കണം ശരി? ഓക്കെ, ചെയ്ത് നോക്കുക. If A is a square matrix such that A square equal to A, then I plus A whole cube minus 7A is equal to A, I minus A, I 3A. ഇതിന്റെ വില ഏതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കണം. A square equal to A ആണെങ്കിൽ ഐ പ്ലസ് എ ഹോൾ ക്യൂബ് മൈനസ് 7 ഏതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റൻസ് അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അറിയില്ലെങ്കിൽ കിട്ടൂല്ലെങ്കിൽ എന്നെ അറിയിക്കുക, വിളിക്കുക, ഇല്ലെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സിമെട്രിക് സ്ക്യൂ സിമെട്രിക്കിന്റെ പ്രോബ്ലംസ് തീർന്ന് ഇൻവേഴ്സിന്റെ കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് മെട്രിക്സ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതിൽ അടുത്ത ക്ലാസ്സിൽ വരും. ഇന്ന് ഇൻവേഴ്സിന്റെ ഡെഫിനിഷനും അതിന്റെ ചെറിയൊരു പ്രോപ്പർട്ടി മാത്രമേ പഠിച്ചിട്ടു. മെട്രിക്സിന്റെ ഇൻവേഴ്സ് യുണീക്ക് ആണ്. അതുപോലെ എ ബി ഹോൾ ഇൻവേഴ്സ് എത്ര? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്നാണ് പഠിച്ചത്. അപ്പൊ എല്ലാവരും എല്ലാം ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റു കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. ഓക്കെ.